Hello friends, welcome to my YouTube channel Andro Creations. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ലോഗോ സ്റ്റക്ക് ആവുകയാണെങ്കിൽ അത് എങ്ങനെ നമുക്ക് ഷോപ്പിൽ കൊടുക്കാതെ തന്നെ നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലൊക്കെ ഞാൻ ഫാസ്റ്റ് ബൂട്ട് മോഡിൽ സ്റ്റക്ക് ആവുന്നതും അതുപോലെ തന്നെ ഡൗൺലോഡിംഗ് മോഡിൽ സ്റ്റക്ക് ആവുന്നതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോസുകൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാവുന്നതാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോഗോ സ്റ്റക്കിനെ കുറിച്ചാണ്. കാരണം ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് ലോഗോ സ്റ്റക്കിങ് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ലോഗോ സ്റ്റക്കിംഗ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ബൂട്ട് മോഡിൽ സ്റ്റക്ക് ആവുന്നത് പോലെയോ അല്ലെങ്കിൽ ഡൗൺലോഡിംഗ് മോഡിൽ സ്റ്റക്ക് ആവുന്നത് പോലെയോ ഒന്നും അല്ല. ലോഗോ സ്റ്റക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ ബൂട്ടിംഗ് നടക്കാതെ നമ്മുടെ ഫോൺ ഓണായി വരുന്നതിനായിട്ട് കുറച്ച് ബൂട്ടിംഗ് ഫയലുകൾ ആവശ്യമുണ്ട്. ആ ബൂട്ടിംഗ് ഫയലിൻ്റെ സഹായത്തോടു കൂടിയാണ് ഫോൺ ഓണായി വരുന്നത്. ഫോൺ ഓണായി കഴിഞ്ഞാൽ ബൂട്ട് ലോഡറിൻ്റെ സഹായത്തോടു കൂടി സോഫ്റ്റ്വെയർ ലോഡായി നമ്മുടെ ഫോൺ ഓണായി വരികയാണ് ചെയ്യുന്നത്. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ നമുക്ക് ബൂട്ടിംഗ് ഫയലുകൾ നഷ്ടപ്പെട്ടു പോകും, നമ്മുടെ ഫോണിൽ ബൂട്ടിംഗ് ഫയലുകൾ നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ബൂട്ടിംഗ് ഫയലിൽ എന്തെങ്കിലും എറർ വരികയോ അതുമല്ലെങ്കിൽ ബൂട്ട് ലോഡർ നമ്മുടെ ഫോണിൽ ബൂട്ടിംഗ് ആയി വന്നതിന് ശേഷം ബൂട്ട് ലോഡർ സോഫ്റ്റ്വെയർ ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇതേപോലെ ലോഗോ സ്റ്റക്കിംഗ് വരും. ലോഗോ സ്റ്റക്കിംഗ് തന്നെ രണ്ട് ടൈപ്പ് ലോഗോ സ്റ്റക്കിംഗ് ഉണ്ട് നമ്മുടെ ഫോണിൽ വരുന്നത്. ഒന്ന് ഫസ്റ്റ് ലോഗോ സ്റ്റക്കിങ്ങും അല്ലെങ്കിൽ രണ്ടാമത് സെക്കൻഡ് ലോഗോ സ്റ്റക്കിങ്. രണ്ട് ലോഗോകൾ നമ്മുടെ ഫോണിൽ വരാറുണ്ട്. ഫസ്റ്റ് ലോഗോ സ്റ്റക്കിങ് ആയിരുന്നാലും ശരി, സെക്കൻഡ് ലോഗോ സ്റ്റക്കിങ് ആയിരുന്നാലും ശരി, നമുക്ക് ഷോപ്പിൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഷോപ്പിൽ കൊടുക്കേണ്ടതായിട്ട് വരും. ചില സാഹചര്യങ്ങൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചിലപ്പോൾ റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അങ്ങനത്തെ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് റെഡിയായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷോപ്പിൽ കൊടുത്ത് തന്നെ നമുക്കത് റെഡിയാക്കേണ്ടതായിട്ട് വരും. നമുക്കപ്പോൾ അതിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനു മുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇത് സാംസങ് ഗാലക്സി J5 എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. ഇത് ഞാൻ ഓണാക്കുമ്പോഴത്തേക്കും ഫോൺ ഓണാവുന്നുണ്ട്. ഇത് ബൂട്ടിംഗ് നടക്കുന്നുണ്ട്. ബൂട്ടിംഗ് നടന്നതിന് ശേഷമാണ് ഫോൺ ഓണാവുന്നത്. അപ്പോൾ ബൂട്ടിംഗ് നടക്കുന്നുണ്ട്, സാംസങ് എഴുതി കാണിക്കുന്നുണ്ട്. ഈ ഒരു സാംസങ് എഴുതി കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ തന്നെ നിൽക്കും. യാതൊരു ഫോൺ പൂർണ്ണമായിട്ടും ഓണാകത്തില്ല. സാംസങ് എന്ന് പറഞ്ഞ് എഴുതി കാണിച്ച് ഇങ്ങനെ സ്റ്റക്കായിട്ട് തന്നെ നിൽക്കും. ഇതിനെയാണ് ബൂട്ട് ലൂപ്പ് അല്ലെങ്കിൽ ലോഗോ സ്റ്റക്ക് എന്ന് പറയുന്നത്. സാംസങ് ഫോൺ ആയതുകൊണ്ട് സാംസങ് എഴുതി കാണിച്ച് സ്റ്റക്കായിട്ട് നിൽക്കും. MI ആണെങ്കിൽ MI, ഏത് ബ്രാൻഡിൻ്റെ ഫോണാണ്, HTC ആണെങ്കിൽ HTC, അതുപോലെ ലെനോവ ആണെങ്കിൽ ലെനോവ, ഏത് കമ്പനിയുടെ ഫോണാണോ, ഓപ്പോ ആണെങ്കിൽ ഓപ്പോ, അതായത് ഏത് കമ്പനിയുടെ ഫോണാണോ ആ കമ്പനിയുടെ ലോഗോ വന്നിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് ബൂട്ട് ലൂപ്പ് അല്ലെങ്കിൽ ഹാങ് ലോഗോ എന്ന് പറയുന്നത്, ലോഗോ സ്റ്റക്ക് എന്ന് പറയുന്നത്. നമുക്ക് എത്ര നേരം കഴിഞ്ഞാൽ എത്ര സമയം നമ്മളിങ്ങനെ വച്ചാലും ഫോൺ ഓൺ ആകത്തില്ല. ഈ ഒരു അവസ്ഥ, ഇത്തരം കണ്ടീഷനുകളിൽ എങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അത് 2-3 സ്റ്റെപ്പുകളുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പും രണ്ടാമത്തെ സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്ന സ്റ്റെപ്പാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ടെക്നീഷ്യൻ്റെ അടുത്ത് കൊണ്ട് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഞാൻ പറഞ്ഞുതരാം, ഓരോ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ കീസ് എല്ലാം ഒന്നിച്ച് പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. കീസ് എന്ന് പറയുന്നത് വോളിയം അപ്പ് ബട്ടൺ, ഡൗൺ ബട്ടൺ, പവർ ബട്ടൺ, ഹോം ബട്ടൺ ഉണ്ടെങ്കിൽ ഹോം ബട്ടണുള്ള ഫോണാണെങ്കിൽ അത് കൂടി നിങ്ങൾ പ്രസ് ചെയ്യണം. ഏതൊക്കെ കീ ഉണ്ടോ അതെല്ലാം ഒന്നിച്ച് പ്രസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ പ്രസ് ചെയ്യുന്നത്, നിങ്ങൾ ഇതൊന്നും നോക്കണ്ട, അത് ഞാൻ റിപ്പയറിങ്ങിന് വേണ്ടി എടുത്തൊരു ഫോണാണ്, ലോഗോ സ്റ്റക്ക് ആയിരിക്കുന്ന ഒരു ഫോണാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ വോളിയം അപ്പ് ബട്ടൺ, ഇത് അപ്പ് ബട്ടൺ, ഡൗൺ ബട്ടൺ, പവർ ബട്ടൺ, ഇതിൽ ഹോം ബട്ടൺ കൂടി ഉള്ളതുകൊണ്ട് ഹോം ബട്ടണും കൂടെ, ഈ എല്ലാ ബട്ടണും ഒന്നിച്ച് പ്രസ് ചെയ്യുക. ഓക്കെ, ഞാൻ ഒന്നിച്ച് പ്രസ് ചെയ്യുകയാണ്. ഫോണ് ഓഫായി ഓണാവും. അങ്ങനെ ഓഫായി ഓണാകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോണ് ഒരു പക്ഷേ ഓണായി വരും. ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ, വേറെ ടെമ്പററി ആയിട്ട് വന്നിട്ടുള്ള ഒരു എറർ ആണെങ്കിൽ നിങ്ങളുടെ ഫോണ് വീണ്ടും ഓണാവും. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ഇളക്കാൻ പറ്റുന്നൊരു ഫോണാണെങ്കിൽ, റിമൂവൽ ബാറ്ററി ഉള്ള ഫോണാണെങ്കിൽ ബാറ്ററി ഇളക്കിയിട്ട് ഒന്നും കൂടെ പവർ സ്വിച്ചിൽ ക്ലിക്ക് ചെയ്ത് ഓണാക്കിയാലും മതിയാവും. ഇതേപോലെ ചെയ്യേണ്ട ആവശ്യമില്ല. ബാറ്ററി ഇളക്കാൻ പറ്റാത്ത ഫോണാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ ബട്ടൺസും ഒന്നിച്ച് പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫോണിൽ ബൂട്ടിംഗ് ഒന്നുകൂടി ആരംഭിക്കും. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫോണ് ഓണാവും, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. എന്നാൽ ഫോൺ ഓൺ ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കേണ്ടത് വരും. രണ്ടാമത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്നത്, ഇതിപ്പോൾ ഫോൺ ഓൺ ആകത്തില്ല. ഞാൻ നേരത്തെ ട്രൈ ചെയ്ത് നോക്കിയാണ്, ഫോൺ ഓൺ ആകത്തില്ല. ലൂപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്, ലോഗോ സ്റ്റക്കിൽ തന്നെയാണ് നിൽക്കുന്നത്.
ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോൺ റിക്കവറി മോഡിലേക്ക് എടുക്കുക എന്നുള്ളതാണ്. സ്റ്റോക്ക് റിക്കവറി മോഡിലേക്ക് എടുക്കുന്നതിന് ഓരോ ഫോണിൻ്റെയും കീ കോമ്പിനേഷൻ വ്യത്യസ്തമായിരിക്കും. നിങ്ങളുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങളുടെ ഫോണിൻ്റെ റിക്കവറി മോഡിലേക്ക് എടുക്കേണ്ട കീ കോമ്പിനേഷൻ ഏതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നേരത്തെ ഫസ്റ്റ് സ്റ്റെപ്പിനെ നമ്മൾ ആദ്യം ചെയ്യുക, അതായത് ഫോൺ ഓഫായി ഓൺ ആകേണ്ട ഒരു കണ്ടീഷനിലേക്ക് എത്തുക. ആദ്യം ചെയ്ത ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്നും കൂടെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, ബാറ്ററി റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഫോണാണെങ്കിൽ ബാറ്ററി റിമൂവ് ചെയ്താലും മതിയാവും, റിമൂവ് ചെയ്തിട്ട് വീണ്ടും ഇട്ടാലും മതിയാവും. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് ഞാൻ ഒന്നും കൂടി പോവുകയാണ്. അതായത് വോളിയം അപ്പ് ബട്ടൺ, ഡൗൺ ബട്ടൺ ആൻഡ് പവർ ബട്ടണും ഹോം ബട്ടണും കൂടെ ഒന്നിച്ച് പ്രസ് ചെയ്യുന്നു. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഫോണ് ലോഗോ ഓഫ് ആകുമ്പോഴത്തേക്കും നിങ്ങൾ വോളിയം ഡൗൺ ബട്ടൺ റിമൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ വോളിയം അപ്പ് ബട്ടണും പവർ ബട്ടണും ഹോം ബട്ടണും മാത്രമേ പ്രസ് ചെയ്തിട്ടുള്ളൂ. കണ്ട, ഇതാണ് റിക്കവറി മോഡ്. കണ്ട, ഈ ഒരു ഇതിലേക്ക് നമ്മൾ ആദ്യം പോവും. റിക്കവറി മോഡ് പറഞ്ഞല്ലോ. കണ്ട, ഇപ്പോൾ ഇതാണ് റിക്കവറി മോഡ്. ഈ റിക്കവറി മോഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടച്ച് വർക്കാവത്തില്ല. ചില ഫോണുകളിൽ ടച്ച് വർക്കാവും, ചില ഫോണിൽ ടച്ച് വർക്കാവത്തില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ വോളിയം അപ്പ് ബട്ടൺ ഡൗൺ ബട്ടൺ ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് കൺഫേം കൊടുക്കുക, പവർ ബട്ടൺ ഉപയോഗിച്ച് കൺഫേം കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിവിടെ വൈപ്പ് ഡേറ്റ ഫാക്ടറി റീസെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ട, വൈപ്പ് ഡേറ്റ ഫാക്ടറി റീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ, ഈ ഒരു ഓപ്ഷനിലേക്ക് കൊണ്ടുവരിക. അതിനായിട്ട് നിങ്ങൾ വോളിയം ഡൗൺ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നായിട്ട് താഴോട്ട് വരുന്നതായിരിക്കും. വൈപ്പ് ഡേറ്റ ഫാക്ടറി റീസെറ്റ്. ഓക്കെ, ഈ ഒരു ഓപ്ഷനിൽ വന്നതിന് ശേഷം പവർ ബട്ടൺ ഉപയോഗിച്ച് കൺഫേം ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് നോ എന്നും യെസ് എന്നും രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. താഴത്തെ ബട്ടനെ ക്ലിക്ക് ചെയ്ത് ഡൗൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വോളിയം ഡൗൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് യെസ് എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ അത് കഴിഞ്ഞ് വീണ്ടും ഈ ഒരു ഓപ്ഷനിലേക്ക് വരും. അവിടെ റീബൂട്ട് സിസ്റ്റം നൗ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നതിന് ശേഷം വീണ്ടും ഒന്നുകൂടി കൺഫേം കൊടുക്കുക. ഓക്കെ, റീബൂട്ട് നൗ സിസ്റ്റം നൗ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫോൺ ഓഫായി വീണ്ടും ഓൺ ആവുന്നതായിരിക്കും. റീബൂട്ടിംഗ് വീണ്ടും നടക്കും. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോണിലെ ഡേറ്റാസുകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോകും. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഡേറ്റ നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, കറണ്ട് പോയി. ഓക്കെ, നിങ്ങൾക്കിത് ഓണാവുന്ന കാണാൻ സാധിക്കും. റൂമിലെ കറണ്ട് പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഡേറ്റാസുകളെല്ലാം നഷ്ടപ്പെട്ടു പോകും. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയും ഫോൺ ഓണായി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയും പാസ്വേഡും ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന ജിമെയിൽ ഐ ഡിയും പാസ്വേഡും ചോദിക്കും. അത് FRP ഈ സിസ്റ്റമാണ്. അപ്പോൾ നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് വേണം നിങ്ങൾ ഓണാക്കേണ്ടത്. നിങ്ങൾ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടു കാണും, നമ്മളിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ റൂമിൻ്റെ കറണ്ട് പോയി. അത് കാരണം വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല. എന്തായാലും ഫോൺ ഓണായിട്ടില്ല. ഫോൺ ഇപ്പോഴും ലൂപ്പിൽ തന്നെയാണ്. ഫോൺ ലോഗോ സ്റ്റക്കിങ്ങിൽ തന്നെയാണ്. ഇനി നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ചെയ്യേണ്ടതായിട്ട് വരും. സോഫ്റ്റ്വെയർ ചെയ്ത് നോക്കിയിട്ടും ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബോർഡ് സംബന്ധമായിട്ടുള്ള ഹാർഡ്വെയർ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസിലേക്ക് നമ്മൾ നോക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി സംബന്ധമായിട്ട് ഇഷ്യൂസ് കൊണ്ടും അതുപോലെ തന്നെ ബോർഡിലെ ചില IC-കൾ EMMC പ്രോബ്ലംസോ അല്ലെങ്കിൽ ഡംപ് ഫയൽ EMMC നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഡംപ് ഫയൽ നഷ്ടപ്പെടുകയോ അങ്ങനെ പല കാരണങ്ങൾ, ECP സംബന്ധ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുകൾ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ഫോൺ ലോഗോ സ്റ്റക്കിങ്ങിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് സോഫ്റ്റ്വെയർ ചെയ്ത് നോക്കുക. നമ്മുടെ ഫോണിലേക്ക് സോഫ്റ്റ്വെയർ ചെയ്ത് നോക്കുക. അതൊക്കെ ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇനി അടുത്ത എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സോഫ്റ്റ്വെയർ ചെയ്യുന്ന വീഡിയോസുകളും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ വരും ദിനങ്ങളിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.